بسم الله الرحمن الرحيم. نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين فلا تطع المكذبين ودوا لو تدهن فيدهنون ولا تطع كل حلاف مهين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم أن كان ذا مال وبنين إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين ولا يستثنون فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة
بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وأجمل منك لم تر قط عيني وأفضل منك لم تلد النساء. خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പരിപാടി അടുത്തു നിന്നും അകലെ നിന്നും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷ്മതയോടെ പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹുവിൽ തഖ്വ ചെയ്തുകൊണ്ടല്ലാതെ സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ലോകത്തോട് വിട പറയുന്നത് വരെയും അപ്രകാരം ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമുദായത്തിൻ്റെ നാനോന്മുഖമായ പുരോഗതിക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങളുമായി ധാരാളം ദൈവദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ജനപഥങ്ങളിലും ആ കാലഘട്ടത്തിന് അനുയോജ്യമായ നിയമസംഹിതകളുമായി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ ദൈവദൂതന്മാർക്കെല്ലാം സമുദായത്തിൻ്റെ പുരോഗതിയല്ലാതെ, സമുദായത്തിൻ്റെ വിജയമല്ലാതെ, ഭൗതികവും പാരത്രികവുമായ മോക്ഷമല്ലാതെ വേറെ ഒന്നും അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നില്ല. അവസാനം കടന്നു വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെക്കുറിച്ച് പറയുന്നത് തന്നെയും ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ദൈവദൂതൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതെല്ലാം അദ്ദേഹത്തിന് വളരെ ഗൗരവതരമായ വിഷയമാണ്. അത് അദ്ദേഹത്തിന് പ്രയാസമുണ്ടാക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങളോട് ഏറെ ആഗ്രഹമുള്ളയാളും നിങ്ങളോട് കാരുണ്യത്തോടെ കൃപയോടെ പെരുമാറുന്നയാളുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞതും മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞതും ഈ രണ്ട് ആയത്തുകൾ വ്യക്തമായി ഓതിയതിന് ശേഷം രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രവാചകൻ
സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയാണ്, ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ അയക്കുന്നു. പോയി ചോദിക്കുക, എന്തിനാണ് എൻ്റെ ഹബീബ് കരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന് വിഷയം ആരാഞ്ഞുകൊണ്ട് തിരിച്ചു ചെല്ലുമ്പോൾ അതിൻ്റെ പ്രതിവിധി പറഞ്ഞുകൊണ്ട് അല്ലാഹു ജിബ്രീലിനെ വീണ്ടും തിരിച്ചയക്കുകയാണ് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ വിഷയത്തിൽ, അങ്ങയുടെ ഉമ്മത്തിന്റെ വിഷയത്തിൽ അങ്ങയെ നാം തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അങ്ങയെ നാം ഒരിക്കലും മോശമാക്കുകയില്ല നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഉമ്മത്തിനോട് അതിരറ്റ സ്നേഹവും വാത്സല്യവും കാരുണ്യവുമുള്ള നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തിരിച്ച് ഉമ്മത്തിന് ആ പ്രവാചകനോട് കൃത്യമായ ബാധ്യതയുണ്ടാവണമല്ലോ. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ആ ബാധ്യത ഭംഗിയായി നിറവേറ്റിയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ മഹത്വം അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തു അവർ. ഈ ഉമ്മത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കിനപ്പുറത്തേക്ക് നിൽക്കാൻ പാടില്ല എന്ന് ലോകത്തിനവർ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ അതുകൊണ്ട് തന്നെ ആ മഹത്തുക്കളായ ആളുകളെ സർട്ടിഫൈ ചെയ്ത് അവർക്ക് അംഗീകാരം നൽകിക്കൊണ്ട് ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 100-ാമത്തെ വാചകം, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം മഹത്വപ്പെടുത്തി. പരിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 100-ാമത്തെ വാചകം, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഇസ്ലാമിലേക്ക് ആദ്യമാദ്യം കടന്നു വന്ന ആളുകൾ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ഇസ്ലാമിലേക്ക് ആദ്യമാദ്യം കടന്നു വന്ന ആളുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിൻപറ്റിയ പിൻഗാമികളും, റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒലിക്കുന്ന സ്വർഗീയ ആരാമങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഈ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവിനെ കണ്ണും പൂട്ടി അനുകരിച്ചത് കൊണ്ടാണ്. ആ പ്രവാചകനേക്കാളും ഉന്നതനായ ഒരാളുമില്ലെന്നും അവിടുന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ചവിട്ടാൻ പാടില്ല എന്നുമുള്ള പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിന്റെ വഴിത്താരയിൽ കൊണ്ടു നടന്നത് കൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടുന്നൊരു മാറി ചിന്തിക്കലില്ല.
അവിടുന്ന് ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ലയോ? അതിലേക്ക് നടന്നു പോകുന്ന പ്രകൃതി അല്ല സ്വഹാബത്തിൻ്റേത്. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകൾ പരിശോധിച്ചാൽ അങ്ങനെ ഒരു ഉത്തമ സമുദായത്തെ നമുക്ക് കാണാൻ കഴിയില്ല. സ്വഹാബത്തിനെ പോലെ വേറൊരു സമുദായത്തെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം സ്വന്തം ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങൾ വരെ മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ പ്രത്യേകമായി ലഭിക്കേണ്ടുന്ന സുഖങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ റസൂലുള്ളാഹിനെ സംരക്ഷിക്കുകയാണ് സ്വഹാബത്ത്. സമയദൈർഘ്യം മൂലം ഞാൻ ഒരൊറ്റ ചരിത്ര സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹിയോടൊപ്പം തിരിച്ചു വരികയാണ്. ഒരു സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്ത് ഇരുന്നു കൊണ്ട് തന്നെ റസൂലുള്ളാഹി തൂങ്ങിപ്പോവുകയാണ്. തൂക്കി ഉറക്കം അള്ളാഹുവിൻ്റെ റസൂലിനെ ബാധിക്കുകയാണ്. അവിടുത്തെ തല ഇങ്ങനെ ചരിഞ്ഞു പോകുമ്പോൾ ഉറക്കത്തിന് ഭംഗം വരുത്താതെ തന്നെ മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ നേരെയാക്കി നിർത്തുകയാണ്. പിന്നീട് അദ്ദേഹം ദൂരേക്ക് പോയി റസൂലുള്ളാഹിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഉറക്കമില്ല. അള്ളാഹുവിൻ്റെ റസൂല് വീണ്ടും അതാ ഉറങ്ങി ഉറങ്ങി കഴുത്തിങ്ങനെ തെന്നുകയാണ്. ഉടനെ ഖത്താദ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ ഉറക്കത്തിന് ഭംഗം വരാത്ത രൂപത്തിൽ തന്നെ അവിടുത്തെ ശരീരം നേരെ പിടിച്ചു വെക്കുകയാണ്. വീണ്ടും തിരിച്ചു പോകുന്നു ഖത്താദ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ പ്രാവശ്യം റസൂലുള്ളാഹി ഉറങ്ങി ഉറങ്ങി വീഴാൻ പോകുന്ന അവസ്ഥയിലെത്തുകയാണ്. ഓടി വന്ന് തൻ്റെ മാറിടത്തിലേക്ക് റസൂലുള്ളാഹിനെ ചാർത്തങ്ങ് പിടിക്കുമ്പോൾ റസൂലുള്ളാഹി ഉറക്കം എഴുന്നേൽക്കുകയാണ്. ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് റസൂലുള്ളാഹി അത്ഭുതപ്പെടുകയാണ്. ചോദിച്ചു, അല്ല ഖത്താദ, എത്രയാണ് അങ്ങൻ്റെ അടുത്തേക്ക് ഓടി ഓടി വന്നത്? ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, രാത്രി മുഴുവനും ഞാൻ അങ്ങയെ നോക്കിക്കൊണ്ട് അങ്ങ് ഒട്ടകപ്പുറത്തുനിന്ന് വീഴുമോ എന്ന പേടി കൊണ്ട് അങ്ങ് ഉറക്കുമ്പോൾ അങ്ങയുടെ ഉറക്കത്തിന് ശല്യം വരുത്താതെ അങ്ങേ ഞാൻ സംരക്ഷിച്ചതാണ് നബിയേ. എല്ലാവരും ഉറങ്ങുമ്പോഴും ഉറക്കം മാറ്റിവെച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിനെ സംരക്ഷിക്കുന്നു ഖത്താദ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ ഖത്താദ, അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം നൽകട്ടെ. നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതനെ സംരക്ഷിച്ചതുപോലെ, അള്ളാഹുവിന്റെ ദൂതനായ എന്നെ കാത്തതുപോലെ അല്ലാഹ് നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ ഖത്താദ. മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്ര സംഭവത്തിലൂടെ പോയാൽ സ്വന്തം ജീവിതത്തെക്കാളും സുഖഭോഗങ്ങളെക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ ഗൗരവത്തോടെ കണ്ടവരാണ് സ്വഹാബത്ത്. അവർ റസൂലുള്ളാഹി പഠിപ്പിച്ചതിൻ്റെ അപ്പുറത്തു നിൽക്കാത്തവരാണ്. അവിടുത്തെയോട് ഇങ്ങനെയുള്ള സ്നേഹം കാണിക്കുമ്പോഴും അവിടുത്തെ വാക്കിനോട് എതിര് പ്രവർത്തിക്കുകയില്ല. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ശരിക്ക് ആലോചിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. മുസ്ലിങ്ങളായ നമുക്ക് അള്ളാന്റെ റസൂലിനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുകയില്ലല്ലോ. കാരണം റസൂലുള്ളാഹി നമ്മുടെ മുന്നിലില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാൻ കഴിയുക? അവിടുത്തെ വചനാമൃതങ്ങൾ ഇവിടെ ഇതാ ജീവിച്ചിരിക്കുകയാണ്. അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുകയാണ്. അവിടുന്ന് കൊടുത്ത അംഗീകാരങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുകയാണ്. അതേ റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്ന ഒറ്റ വാക്കിൽ പറയുന്ന അവിടുത്തെ ചര്യ ഇതാ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുകയാണ്.
അതിനെ പിന്തുടരലാണ് റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഫി ഹാലിഹി വഫആലിഹി വമഖാലിഹി وتتبعن وتابعا لا تعدلا. അവിടുത്തെ വചനാമൃതങ്ങളിൽ, അവിടുത്തെ കർമ്മമണ്ഡലങ്ങളിൽ, അവിടുത്തെ അംഗീകാരങ്ങളിൽ സമ്പൂർണമായി റസൂലുള്ളാഹിനെ പിൻപറ്റുമ്പോഴാണ് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ റസൂലുള്ളാഹിനെ അംഗീകരിച്ചവനെന്ന് പറയാൻ അവിടുത്തെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ച സ്വഹാബത്തിൻ്റെ അടുത്തേക്കെങ്കിലും എത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വഹാബത്ത് പുകഴ്ത്തി പാടിയിട്ടില്ലേ? അത് മതി നമുക്കെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ചുരുക്കുന്ന ചില ആളുകളെ കാണാം. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനെ പുകഴ്ത്തി പാടിയില്ലേ മൗലവിമാരെ? അത് മതി നമുക്ക് ലോകത്ത് രക്ഷപ്പെടാൻ. അതിനപ്പുറത്തേക്ക് വേറെയൊന്നും വേണ്ട. കേട്ടില്ലേ മൗലവിമാരെ? മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ, ഫമാ വലദത് ഹവ്വാഉ മിൻ സുൽബി ആദമി ولا في جنان الخلد مثلك خروب. അള്ളാഹുവിൻ്റെ റസൂലിനോട് അതാ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ വലദത് ഹവ്വാഉ മിൻ സുൽബി ആദമിൻ, ആദമിൻ്റെ മുതുകിൽ നിന്ന് ഹവ്വാ ബീവി പ്രസവിച്ചിട്ടില്ല. വലാ ഫീ ജിനാനിൽ ഖുൽദ്, ശാശ്വതമായ സ്വർഗത്തിൽ ഇല്ല. മിസ്ലക ആഖറൂ, അങ്ങയെപ്പോലെ ഒരാളുമില്ല നബിയേ. സംശയമുണ്ടോ മുസ്ലിമീങ്ങളെ? അള്ളാഹുവിൻ്റെ റസൂലിനെ പോലെ ഉന്നതനായി ഭൂമി ലോകത്തെന്നല്ല ആകാശലോകത്ത് സ്വർഗലോകത്തുമില്ലേ ഇല്ല. ഇത് സ്വഹാബത്ത് പാടിയതാണ്, നമുക്ക് തർക്കമില്ലല്ലോ. വീണ്ടും കാണാം, വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഫ്ളലു മിൻക ലം തലിദിൻ നിസാഉ. ഓ നബിയെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതിൽ നിങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരാളുമില്ല. അങ്ങേക്കാൾ ഉന്നതനായി ഒരാളെയും ഒരു ഉമ്മയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. ഖുലിഖ്ത മുബറഅം മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. ഓ നബിയേ, അങ്ങ് എല്ലാ ന്യൂനതയിൽ നിന്നും രക്ഷപ്പെട്ട രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടയാളാണ്. കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ, അങ്ങ് ഉദ്ദേശിച്ച പോലെ തന്നെയാണ് അങ്ങയെ സൃഷ്ടിച്ചതുപോലെയുണ്ട് നബിയേ. ഇത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലിയ വരികളല്ലേ? അതുപോലത്തെ വരി ചൊല്ലിയാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഈ വരികളിൽ ഒതുക്കിയിട്ടില്ല അവിടുത്തെ ജീവിതം. അള്ളാന്റെ റസൂലിനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുകയായിരുന്നു അവർ. പാട്ടും ബൈത്തുമായി കുത്തിയിരുന്നിട്ടില്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മാത്രമോ, എത്രയെത്ര സ്വഹാബിമാരുണ്ട്. ഇതിലൊന്നും നമുക്ക് തർക്കമില്ലല്ലോ. പക്ഷെ ഇതൊന്നും മൗലിദിന് തെളിവുമല്ല. അത് വേറെ വിഷയം, ഇൻഷാ അല്ലാഹ് അതിൻ്റെ സ്ഥലത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിക്കുന്ന ചര്യ നമ്മുടെ മുന്നിൽ നിലനിൽക്കുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞ സമീപനം കാണിച്ചുകൊണ്ട് പിൽക്കാലത്ത് കടന്നു വന്ന പുത്തനാശയങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന മുസ്ലിം സമുദായത്തിനോട്
മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്ക് പറയാനുള്ളത്, ഇസ്ലാഹി പ്രവർത്തകർക്ക് പറയാനുള്ളത്, അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ആശയത്തിലേക്ക് മടങ്ങിപ്പോകൂ. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിങ്ങൾ ശരിക്കും ആലോചിക്കണം. പരിശുദ്ധ ഖുർആൻ അതാ സൂറത്ത് നൂർ 24-ാം അധ്യായം സൂറത്ത് നൂറിൻ്റെ 63-ാമത്തെ വാചകത്തിലൂടെ പഠിപ്പിച്ചു തരുന്ന ഒരു ആശയമുണ്ട്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയോട് എതിരാകുന്ന ആളുകൾ ഭയപ്പെട്ടുകൊള്ളട്ടെ, അവർക്കൊരു ഫിത്ന ബാധിക്കുമെന്ന്, അല്ലെങ്കിൽ ശാശ്വതമായ അതേ വേദനിപ്പിക്കുന്ന ശിക്ഷ അവരെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, മുസ്ലിമീങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ് ജീവിതത്തിൽ പകർത്തേണ്ടത്. അവിടുത്തെയോട് എതിര് പ്രവർത്തിക്കുന്ന ബിദ്അത്തുകളിലൂടെ നാം ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടുള്ളതല്ല. ഇനി ഞാൻ വൽഹാസിൽ അതേ മൊത്തം പറയുകയാണ്. അവിടുത്തെ ചര്യ ഏതാണോ, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തുകൾക്കാണല്ലോ ചര്യ എന്ന് പറയുക. അതിൻ്റെ നേരെ വിപരീതമുള്ള വിഷയം, അതിനാണല്ലോ ബിദ്അത്ത് എന്ന് പറയുക. അതുകൊണ്ട് സുന്നത്തും ബിദ്അത്തും വേർതിരിച്ച് പഠിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇന്നലകളിലൊക്കെ മുജാഹിദ് സ്റ്റേജുകളിൽ നിന്നാണ് സുന്നത്തെന്ത് ബിദ്അത്തെന്ന് വേർതിരിച്ച് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തതെങ്കിൽ, ഈ അടുത്ത കാലത്തതാ നമ്മളുടെ വഅള് കേട്ട് ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ നമ്മെ ബിദ്അത്തിന്റെ കക്ഷികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് സുന്നത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്നതിലേക്ക് അതാ കേരളത്തിലെ സമസ്തയിലെ പണ്ഡിതന്മാര് മാറുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് പേരോടിൻ്റെ വാചകം. നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ. കർമ്മങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നുകൊണ്ടല്ലേ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അത് മാറ്റം വരുത്തുന്നതിനല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നതല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ. അതേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതു തന്നെ. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ആരെങ്കിലും ഈ മതത്തിൽ ഇതിൽ പെടാത്തത് പുതുതായി കടത്തിക്കൂട്ടിയാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞില്ല, റസൂലുള്ളാഹിന്റെ ഒരു വാചകം കൂടി ഞാൻ ഇക്കൂട്ടത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മൻ അമില അമലാ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു കർമ്മം പ്രവർത്തിച്ചു, അതിൽ നമ്മുടെ കൽപ്പനയില്ലെങ്കിൽ, നമ്മുടെ ചര്യ അതിനനുകൂലമായില്ലെങ്കിൽ ഫഹുവ റദ്ദുൻ, അതും തള്ളപ്പെടുന്നതാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് പണ്ഡിതന്മാര് പറയുകയാണ്, ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ് കേട്ടോ. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. എന്ത്? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യക്കെതിരായി സുബ്ഹാനല്ലാഹ് പള്ളികളിൽ നിന്ന് വരെയാണ് ഇപ്പോൾ ബിദ്അത്ത് കേൾക്കുന്നത്. മുമ്പ് സാധാരണ ആളുകൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത് പള്ളിയിലേക്കും കയറിയിരിക്കുകയാണ്. പള്ളിയുടെ ഉള്ളിൽ നിന്ന് മൗലിദ് ഇങ്ങനെ ഓതുകയാണ്, റാത്തീബ് ഇങ്ങനെ ചൊല്ലുകയാണ്, ദിക്ർ ഹൽക്കകൾ അങ്ങനെ കൊടുമ്പിരിക്കൊള്ളുകയാണ്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവും മഹാനായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവും
അതാ ഇതിൻ്റെ ആദിമ രൂപത്തെ പള്ളിയിൽ നിന്ന് ആട്ടിയോടിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം ഇപ്പോൾ നമ്മുടെ പള്ളികളിലേക്ക് വരെ ചേക്കേറുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന ചര്യ, സുബ്ഹാനല്ലാഹ്. ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളോട് പറയട്ടെ. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഈത്തപ്പനത്തടി കൊണ്ട് ഉണ്ടാക്കി ഈത്തപ്പന ഓല കൊണ്ട് മറച്ച ചെറിയ ഒരു പള്ളിയാണല്ലോ മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവിയുടെ ഉള്ളിലിരുന്നു കൊണ്ടാണ് ലോകത്തിൻ്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മാർഗദർശനം നൽകിയതെങ്കിൽ ആ പള്ളിയിൽ അതേ നുബുവത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിൻ്റെ വാചകങ്ങൾ, വഹീൻ്റെ വാചകങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഹിജറ 11-ാം വർഷം റബീഉൽ അവ്വലിൽ അവിടുന്ന് ലോകത്തോട് വിട പറയുന്നത് വരെ ആ പള്ളിയിൽ അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ചു തന്ന മാതൃകകളിൽ ഇത്തരമൊരു സമ്പ്രദായങ്ങൾ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്ന ആശയത്തിൽ നിന്ന് മാറണ്ട. ബിദ്അത്തിലേക്ക് ഒരാൾ അകപ്പെട്ടു പോയാൽ എന്താണോ അതിൻ്റെ പ്രത്യേകത, എന്താണ് അതിൻ്റെ ഹുക്കുമെന്ന് അറിയുമോ? അതും ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ബിദ്അത്തിന്റെ ഹോൾസെയിൽ വ്യാപാരികൾ തന്നെയാണ് അത്തരം വിഷയങ്ങളും നിങ്ങളോട് പറയുന്നു. ഇതാ നൗഷാദ് അഹ്സനിയുടെ വാചകത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ബിദ്അത്ത് ചെയ്താൽ എന്ത് സംഭവിക്കും? ലാ യഖ്ബലുല്ലാഹു, അല്ലാഹു സ്വീകരിക്കുകയില്ല. ലിസ്വാഹിബി ബിദ്അത്തിൻ, കണ്ടോ, ഒരു പുത്തൻവാദിയിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. സൗമൻ, അവന്റെ നോമ്പിനെ, അവന്റെ നിസ്കാരത്തെ, അവന്റെ സകാത്തിനെ, അവന്റെ ഹജ്ജിനെ ഒന്നും സ്വീകരിക്കുകയില്ല. ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ ലോകത്തിന്റെ നേതാവായ നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി, സുന്ദരമായ വാചകമാണ്. പക്ഷേ ജീവിതത്തിലില്ലല്ലോ. ദുഃഖമാണത് കേട്ടപ്പോൾ എനിക്കുണ്ടായത്. കാരണം ഇത്ര കൃത്യമായി ലോകത്തിന് കാര്യം പഠിച്ച് പ്രചരിപ്പിക്കുമ്പോൾ അത് ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലല്ലോ. എന്തേ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്? അതേ, ഒരു മനുഷ്യൻ ബിദ്അത്ത് ചെയ്തു പോയാൽ ലാ യഖ്ബലുല്ലാഹ്, അല്ലാഹു സ്വീകരിക്കുകയില്ല. ഈ ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് റബ്ബ് സ്വീകരിക്കുകയില്ല. സ്വലാത്തും വലാ സൗമാ, നിസ്കാരമില്ല, നോമ്പും സ്വീകരിക്കില്ല, ഹജ്ജും സ്വീകരിക്കുകയില്ല, സകാത്തും സ്വീകരിക്കുകയില്ല. അങ്ങനെ ഒരു പുണ്യകർമ്മങ്ങളും സർഫൻ വലാ അദ്ലാ, ഒരു നിർബന്ധ കർമ്മവും ഒരു ഐച്ഛിക കർമ്മവും സ്വീകരിക്കുന്നതല്ല. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ചു തന്നതല്ലേ അത്, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് ബിദ്അത്തിന്റെ കക്ഷിക്കാരായ ആളുകൾ, ഞാനൊരു ഉദാഹരണം പറയാം. ലോകത്ത് ഇതാ കേരളക്കരയിലേക്ക് ഇസ്ലാം കടന്നു വന്നിട്ട് കാലമെത്രയായി നമുക്കറിയുമല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിൽ ഇസ്ലാം വന്നിട്ടുണ്ടെന്നാണല്ലോ ചരിത്രപരമായി നമുക്ക് കിട്ടുന്ന വിവരം. ആ ചരിത്രപരമായ വിവരം ശരിയോ തെറ്റോ എനിക്കറിയില്ല. പക്ഷേ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും വന്നിട്ടുണ്ടല്ലോ. ആ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും കേരളത്തിൽ അതാ കൃത്യമായൊരു ജീവിതം പഠിപ്പിച്ചു തന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് മുസ്ലിമീങ്ങളെ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ റസൂലുള്ളാഹിനെ കണ്ടുപഠിച്ചവരാണല്ലോ. അവർ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്. അതാ അവർ സ്ഥാപിച്ച പള്ളികളിൽ എവിടെയെങ്കിലും അവരുടെ കാലത്തൊരു മൗലിദ് ഉണ്ടോ?
ഒരു മാലയുണ്ടോ? ഒരു ദിക്ർ ഹൽഖയുണ്ടോ? ക്രിമിനൽ റാത്തീബോ സിവിൽ റാത്തീബോ ഉണ്ടോ? പരിശോധിക്കേണ്ട മുസ്ലിമീങ്ങളെ. ഇല്ല, ഇല്ല. സ്വഹാബത്തിന്റെ കാലത്ത് കേരളത്തിലില്ല. അപ്പോൾ അവർ പഠിപ്പിച്ചിട്ടില്ലാത്ത ആശയം എത്ര ഉറക്കെ പറഞ്ഞാലും അത് സുന്നത്തിന്റെ ഗണത്തിൽ വരില്ല മുസ്ലിയാക്കന്മാരെ. അത് മൈക്കിലൂടെ പറഞ്ഞാലും ഇനി വലിയ വലിയ ആഘോഷങ്ങൾ ഉണ്ടാക്കി പറഞ്ഞാലും മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യം അത് സുന്നത്തിന്റെ ഗണത്തിൽ വരില്ല. അങ്ങനെ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ അവരുടെ നിസ്കാരം റബ്ബ് സ്വീകരിക്കുന്നില്ല, നോമ്പ് സ്വീകരിക്കുന്നില്ല, ഹജ്ജ് സ്വീകരിക്കുന്നില്ല എന്നതാ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലാഹുവിൻ്റെ റസൂൽ എല്ലാം പറഞ്ഞു തന്നിട്ടാണോ പോയത്? റസൂലുള്ള എല്ലാം പഠിപ്പിച്ചു തന്നിട്ടാണോ പോയത്? അതല്ല, കുറെയൊക്കെ ബാക്കി വെച്ചിട്ടാണോ റസൂലുള്ള പോയത്? പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഇതൊരന്വേഷണമാണ്. ശരിക്ക് നിങ്ങൾ ആലോചിക്കണേ. ഒച്ചപ്പാടും ബഹളവും ഒക്കെ അവിടെ നടക്കട്ടെ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ബാക്കി വെച്ചിട്ടാണോ ഇവിടുന്ന് പോയത്? അല്ല, അല്ല. അവിടുന്ന് പഠിപ്പിക്കാതെ ഒരു കാര്യവും വിട്ടുപോയിട്ടില്ല. പുത്തൻ വാദങ്ങൾ ഓരോ വർഷവും പുതിയതാക്കി കടത്തിക്കൂട്ടുന്ന ആളുകൾ തന്നെ, അവർ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ മുസ്ലിമീങ്ങളെ. നല്ല കാര്യങ്ങളെല്ലാം അവരോട് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു. ഏതൊരു നല്ല കാര്യമാണ് അവിടുന്ന് കൽപ്പിക്കാതെ ഒഴിഞ്ഞുപോയത്? ഏതൊരു നല്ല കാര്യമാണ് അവിടുന്ന് കൽപ്പിക്കാതെ ഒഴിഞ്ഞുപോയത്? ഒരു കാര്യവും ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാ നല്ല കാര്യവും അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട്. കേട്ടോ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എന്തേ പറഞ്ഞത്? ഏത് കാര്യമാണ് അവിടുന്ന് പഠിപ്പിക്കാതെ ഒഴിഞ്ഞുപോയത്? എല്ലാ നല്ല കാര്യങ്ങളും അവിടുന്ന് പഠിപ്പിച്ചാണ് പോയത്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, കൃത്യമായി ലോകത്തിന് വരച്ച് കാണിച്ചു കൊടുത്താണ് റസൂലുള്ള വഫാത്തായത്. പള്ളികളിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, പുറത്തെന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, വ്യക്തിപരമായി എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, കുടുംബത്തിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, പ്രവർത്തിച്ചുകൂടാ, രാഷ്ട്രത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിച്ചുകൂടാ, കൃത്യമായ റൂട്ട് ലോകത്തിന് വരച്ച് കാണിച്ചു കൊടുത്തിട്ടാണ്, ചെറുതും വലുതുമായ മുഴുവൻ നന്മകളും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ലോകത്തിന്റെ നായകനെ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ഒരു നന്മയും അവിടുന്ന് പഠിപ്പിക്കാതെ പോയിട്ടില്ല. അതെ, അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മാമിൻ ശൈഇൻ യുഖർരിബുകും മിനൽ ജന്ന ഇല്ലാ വഖദ് ഹദ്ദസ്തുകും ബിഹി. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഏതൊക്കെ നന്മയുണ്ടോ ആ നന്മയെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇല്ലാതെ ഞാൻ പോയിട്ടില്ല. റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം ഈ ഉമ്മത്ത് ഇരുട്ടിൽ തപ്പേണ്ടുന്ന അവസ്ഥയുണ്ടോ? തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ. റസൂലുള്ള പറയുകയാണ്, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ, നല്ല തെളിഞ്ഞ ഒരു തെളിവിലാണ്, സുതാര്യമായ മാർഗത്തിലാണ്, സുവ്യക്തമായ പാതയിലാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുള്ളത്. ലൈലുഹാ കനഹാരിഹാ, അതിൻ്റെ രാത്രികൾ പകൽ പോലെ സുവ്യക്തങ്ങളാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ. അതെ, എനിക്ക് ശേഷം ഈ തെളിഞ്ഞ മാർഗത്തിൽ നിന്ന് പിഴച്ചവനല്ലാതെ
തെറ്റിപ്പോവുകയില്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചെറിയ നന്മ മുതൽ എല്ലാ നന്മയും അവിടുന്ന് പഠിപ്പിച്ചു തന്നു. ഒന്നും പറയാതെ വിട്ടുപോയിട്ടില്ല. അതുണ്ടെന്നൊരാൾ പറഞ്ഞാൽ ഞങ്ങളെ ഈ മൗലിദാഘോഷം, ഞങ്ങളെ ഈ മൗലിദ് ഓതുക എന്നത്, ഞങ്ങൾ ഈ ദിക്ർ ചൊല്ലുക എന്നത് അള്ളാന്റെ റസൂല് കാണിച്ചു തന്നിട്ടില്ലെങ്കിലും അത് പുണ്യകർമ്മത്തിന്റെ കൂട്ടത്തിലാണ് പെടുന്നതെന്നൊരാൾ പറഞ്ഞു പോയാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൗത്യത്തിൽ വഞ്ചന നടത്തിയെന്നാണ് അവൻ പ്രഖ്യാപിക്കുന്നത്. മഅദല്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എല്ലാ നന്മയും റസൂലുള്ള പഠിപ്പിച്ചു തന്നു, എല്ലാ ഖൈറും റസൂലുള്ള പഠിപ്പിച്ചു തന്നു. അവിടുന്ന് പഠിപ്പിക്കുന്നു കൊടുക്കുമ്പോൾ ഖുർആൻ ഓതി പഠിപ്പിക്കുമ്പോഴതാ അബൂജഹലും കക്ഷികളും അവിടുന്ന് ഒച്ചയുണ്ടാക്കുകയാണ്. ആളുകൾ ഇത് കേട്ട് നന്നാവാതിരിക്കാൻ വേണ്ടി, ജനങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി അബൂജഹൽ പറയുകയാണ്, വൽഗൗഫി, ഒച്ചയിട്ടോടോ കൂക്കിക്കോടോ, ആളുകൾ കേൾക്കാതിരിക്കട്ടെ, കേട്ടാൽ നന്നായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അതാ അബൂജഹലിന്റെ കക്ഷിക്കാര് ശക്തമായ ഒച്ച ഉണ്ടാക്കിയെന്ന് ഖുർആനല്ലേ പഠിപ്പിക്കുന്നത്. മുസ്ലിമീങ്ങളെ, അതെല്ലാ കാലത്തും നമ്മൾ അനുഭവിക്കേണ്ടി വരും, കാണേണ്ടി വരും. കാരണം ഈ മതം അതിന്റെ തത്വത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ 100 കണക്കിന് പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ശരിക്കും നിങ്ങൾ ആലോചിക്കണം, ഒരു നന്മയും അവിടുന്ന് പഠിപ്പിക്കാതെ പോയിട്ടില്ല. ഞാനല്ലേ അത് പറഞ്ഞത്, അതാ കേരളത്തിലെ പണ്ഡിതന്മാര് തന്നെ അത് പഠിപ്പിക്കുകയാണ്. ഇനി ഏറ്റവും വലിയ രസം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എല്ലാ നന്മയും പഠിപ്പിച്ചു പറഞ്ഞു തന്നിട്ടാ റസൂലുള്ള പോയതെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ ഇന്ന് വലിയ പുണ്യകർമ്മമെന്ന് പഠിപ്പിക്കുന്ന മൗലിദാഘോഷം റസൂലുള്ള ചെയ്യേണ്ടതുണ്ടോ, പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കേട്ടോളൂ. മൗലവിമാര് പറഞ്ഞെന്താ, മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കണ്ട, എന്താ ജന്മദിനം ആഘോഷിക്കണോന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു നേതാവ് പോലെ എന്റെ ജന്മദിനം ആഘോഷിക്കണോ, എന്റെ ജന്മദിനം ആഘോഷിക്കണോ എന്ന് പറഞ്ഞാൽ അവൻ അയാൾ നേതാവ്, അയാളിന്റെ ഒരു പ്രത്യേക പൊങ്ങച്ചക്കാരനല്ലേ ആവുക. നിങ്ങളെ പോലെ ഞാൻ എന്ന് പറയുന്ന നേതാവ് ഉണ്ടാവും. ഞാൻ എന്ന് പറയുന്ന നേതാവാണോ, പൊങ്ങച്ചക്കാരനാണോ? എന്റെ ജന്മദിനം കൊണ്ടാടണമെന്ന് ഏതെങ്കിലും ഒരാൾ പറയോ? ആര് പറഞ്ഞില്ലെങ്കിലും ഞങ്ങളെ നേതാവ് ഞങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. ഇനി ഞാൻ ഉസ്താദുമാരുടെ വിവരത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞിട്ടില്ലെന്നാണോ നിങ്ങളുടെ വാദം? എന്നാൽ ഞാൻ പറയുന്നു, അവിടുന്ന് എൻ്റെ ജന്മദിനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിന്റെ പ്രത്യേകത എന്താ? മുജാഹിദുകളെന്ന് പറഞ്ഞേ, എന്താ? അതെ, അള്ളാന്റെ റസൂല് ജനിച്ച ദിവസമാണത്. ജനിച്ച ദിവസമാണ്. വലിയ ഉസ്താദുമാരെ ശരിക്ക് പഠിച്ചോളൂ. അതാ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, സുഇല സൗമു യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസം റസൂലുള്ള നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നബിയെ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത്? അള്ളാന്റെ റസൂലിന്റെ ആദ്യത്തെ മറുപടി, ഫീഹി ഉലിത്തു, അന്നാണ് ഞാൻ ജനിച്ചത് സ്വഹാബികളെ. അപ്പൊ ജന്മദിനം നടത്തണോ വേണ്ടേ? അതേ, റസൂലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നോമ്പെടുക്കുകയാണ്. ധൈര്യമുണ്ടോ ഉസ്താദുമാരെ? നബിദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് നിങ്ങൾ മൃഷ്ടാന്ന ഭോജനം നടത്തുമ്പോ, റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ലോകത്തുടനീളം മുസ്ലിമീങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുക്കുമ്പോ നിങ്ങൾക്ക് നോമ്പെടുക്കാൻ ധൈര്യമുണ്ടോ? എത്രത്തോളം അറിയോ? ഈ പ്രാവശ്യം റബീഉൽ അവ്വൽ വ്യാഴാഴ്ചത്തേക്ക് എരന്ന് വാങ്ങി സർക്കാരിന്റെ അടുത്തുനിന്ന് ലീവ്. എരന്ന് വാങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു, സുബ്ഹാനല്ലാഹ്, പ്രവാചക സ്നേഹം വകഞ്ഞൊഴുകുന്ന മനസ്സല്ലേ. അങ്ങനെ വരുമ്പോ മിക്കവാറും ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച എല്ലാവരും നോമ്പെടുക്കുമെന്ന് വിചാരിച്ചു. കാരണം എന്താ? വ്യാഴാഴ്ച നോമ്പെടുക്കലും പ്രത്യേക സുന്നത്തുള്ള ദിവസമല്ലേ.
അവിടുന്ന് സുന്നത്തായി കാണിച്ചെന്നല്ലേ. പക്ഷേ പ്രവാചക പ്രേമികൾ ഒരാളും നോമ്പെടുത്തില്ല. എന്തൊരു സ്നേഹാണ്, എന്താ സ്നേഹം! അതിന് മുമ്പ് മൂപ്പര് പറഞ്ഞത് മറന്നുപോണ്ട. ഞാൻ എന്ന് പറയുന്ന ആളാണോ നബി എന്നാ? ഞാൻ പറഞ്ഞു അതെ അതെ അതെ, ഞാൻ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചല്ല, ആറല്ല, എത്ര പ്രാവശ്യമാണ് അവിടുന്ന് പറഞ്ഞത്. ഉദാഹരണം ഞാൻ പറയട്ടെ. അള്ളാന്റെ റസൂല് പറയുകയാണ്, അന ഖലീലുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഖലീലാണ്, ചങ്ങാതിയാണ്. ഇനി അവിടുന്ന് പറയുന്നു, അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. അന സയ്യിദു വലദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. അവ്വലു മൻ ദഖലൽ ജന്നത അന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ ആള് ഞാനാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വാക്ക്! അനൽ മാഹി യംഹുല്ലാഹു ബിൽ കുഫ്റാ, ഞാൻ മായ്ച്ചു കളയുന്നവനാണ്. എന്നെ കൊണ്ടാണ് അല്ലാഹു ലോകത്തുനിന്ന് അതാ ഖുറൈശി സമുദായത്തിൽ ഉണ്ടായിരുന്ന കുഫർ മായ്ച്ചു കളഞ്ഞത്. എത്രയാ ഞാൻ എന്ന് പറഞ്ഞത്? എത്രയാ പറഞ്ഞത്? മുസ്ലിയാക്കന്മാർക്ക് വിവരമുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്തേ പറഞ്ഞത്? ഞാൻ എന്ന് പറയുന്നത് നേതാവാണോ? അതെ. പക്ഷേ നിങ്ങൾ ഞാനെന്ന് പറയുന്നത് പോലെയല്ല റസൂലുള്ള പറയുന്നത്. അവിടുന്ന് അർഹമായ വർത്തമാനമാണത്. നിങ്ങൾക്ക് അർഹതയില്ലാത്ത വർത്തമാനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അർഹതയില്ലാത്തതാണ്. അതേ സമയത്ത് റസൂലുള്ളാഹിക്ക് അർഹതയുള്ള വർത്തമാനമാണ്. മുസ്ലിയാക്കന്മാരെ, ശരിക്ക് ആലോചിച്ചോ. ഇനി നബിദിനം റസൂലുള്ള പറയണോ എന്ന് ചോദിച്ചല്ലോ നിങ്ങൾ. ജന്മദിനം റസൂലുള്ള പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു തന്നു. മാത്രമല്ല മുസ്ലിമീങ്ങളെ, അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട മൗലിദ് കിതാബ്